ചങ്ങായിമാരെ വാണിയംകുളം ചന്തയിലാണ് എത്തിയിട്ടുള്ളത്. വാണിയംകുളം ചന്തയിലെ ക്രിസ്മസ് ചന്തയാണ്. ഒരുപാട് കന്നുകാലികൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. മീറ്റ് പർപ്പസിന് പോകുന്ന കന്നുകാലികളാണ് ഈ ആഴ്ചയിൽ കൂടുതലായിട്ട് എത്തിയിട്ടുള്ളത്. ക്രിസ്മസിൻ്റെ ഒരു തിരക്ക് ചന്തയിൽ കാണുന്നുണ്ട്. വാണിയംകുളം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ ചന്തയാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിൻ്റെ ഷൊർണൂരിൻ്റെ ഇടയിലായിട്ട് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ കന്നുകാലികളെയും അതിൻ്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഒരുപാട് കന്നുകാലികൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പോത്തിൻകുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത്. വളരെ ചെറിയ പോത്തിൻകുട്ടികൾ മുതൽ അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള പോത്തുകൾ വരെ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾക്കൊക്കെ ഏകദേശം 14,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് അവർ വില ചോദിക്കുന്നത്. ചന്തയിൽ അവരുടെ വില അവർ പറയാണ്. നമ്മുടെ വിലക്ക് എത്രയാണോ മതിപ്പ് വില തോന്നുന്നത് വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗൻ ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ കുറച്ചുകൂടി വലുപ്പമുള്ള പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 23 രൂപ മുതൽ 30 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുറച്ച് വലിയ പോത്തുകൾ അതാ ഇവിടെ ഈ ലൈനിലായിട്ട് കെട്ടിയിട്ടുണ്ട്. വളരെ ചെറിയ കുട്ടികളാണ് ഇതായി കാണുന്നത്. ഈ കാണുന്ന കുട്ടികൾ 14 രൂപ മുതലാണ് വില ചോദിച്ചു തുടങ്ങുന്നത്. 14 രൂപ മുതൽ 18 രൂപ 20 രൂപ ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ഈ ലൈനിലുണ്ട്. വളരെ ചെറിയ കുട്ടികൾക്കൊക്കെ 14 രൂപയാണ് വില സ്റ്റാർട്ടിങ് പറയുന്നത്. അവരുടെ വില അവർ പറയാണ് നമുക്ക് നമ്മുടെ വിലക്ക് മതിപ്പ് വിലക്ക് ബാർഗൻ ചെയ്തെടുക്കാം. 14 രൂപയൊക്കെ പറയുന്നത് ഏകദേശം ഒരു 10 രൂപയുടെ അടുപ്പിച്ചൊരു ബാർഗൻ ചെയ്താൽ കിട്ടും. ഒരിടത്തരം വലുപ്പത്തിനുള്ളത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള കുട്ടി, ഇവിടുന്ന് രണ്ടാമത് നിൽക്കുന്ന കുട്ടിയൊക്കെ ആ വലുപ്പത്തിനുള്ള കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു 19 രൂപ 18 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ ഈ ആഴ്ചയിൽ ചന്തയിൽ കാണുന്നുണ്ട്. ഈ ആഴ്ച വളർത്തു കുട്ടികളെക്കാൾ കൂടുതൽ വലിയ പോത്തുകളാണ് ഈ ആഴ്ചയിൽ കാണുന്നത്. ഇതുപോലുള്ള മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ പോത്തുകളാണ് ധാരാളമായിട്ട് ഈ ആഴ്ചയിൽ കാണുന്നത്. ക്രിസ്മസ് പ്രമാണിച്ച് തന്നെയാണ് തോന്നുന്നുണ്ട്. ഒരുപാട് മീറ്റ് പർപ്പസിന് പോകുന്ന കന്നുകാലികൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന കന്നുകൾക്കൊക്കെ ഏകദേശം 50,000 രൂപ മുതൽ 65,000 രൂപ വരെയാണ് വില ചോദിക്കുന്നത്. ഏകദേശം 150 കിലോ മുതൽ 200 കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള പോത്തുകളാണ്. 55 രൂപ 50 രൂപ 60 രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ കൂട്ടത്തിൽ അത്യാവശ്യം വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി എന്ന് പറയുന്നില്ല, ഒരു ആവറേജ് ക്വാളിറ്റിയാണ്. ഈ കൂട്ടത്തിൽ ആ അറ്റത്ത് നിൽക്കുന്ന പോത്ത് അതേപോലെ അവിടുന്ന് രണ്ടാമത് നിൽക്കുന്ന പോത്തൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വളർത്താൻ പറ്റിയ രീതിയിലുള്ള കിഡിലൻ പോത്താണ്. നമ്മൾ ആ രണ്ടെണ്ണത്തിനെ സെലക്ട് ചെയ്തിട്ട് ബാർഗൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 35 രൂപ 40 രൂപ റേഞ്ചൊക്കെയാണ് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്ക് വില ചോദിക്കുന്നത്. നമ്മൾ 20, 25 ആ റേഞ്ചൊക്കെ ബാർഗൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കാമെന്നുള്ള ലെവലിലാണ് നമ്മൾ ബാർഗൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് വലിയ പോത്തുകളെ കിട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾ ഈ അറ്റത്ത് നിൽക്കുന്ന പോത്തൊക്കെ 55 രൂപ റേഞ്ചാണ് വില ചോദിക്കുന്നത്. ഇവിടെ രണ്ടെണ്ണത്തിന് കിട്ടിയത് 55, 60 ആ റേഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോരോ പോത്തുകൾ ഓരോരോ വിലയിലാണ് അവർ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്ന വില കൊടുക്കേണ്ടി വരില്ല. അവരൊരു ഔട്ട്ലൈന് വില എന്നുള്ള ലെവലിൽ 55, 60 ആ റേഞ്ചൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ലൈനിലായിട്ട് ഒരുപാട് എരുമകളെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ എരുമകളാണ്. ഏകദേശം 200ൻ്റെ മുകളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള വലിയ എരുമകൾ കാണുന്നുണ്ട്. ഏകദേശം ഒരു 150, 160 ആ റേഞ്ച് മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള എരുമകളെയും ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന എരുമകൾക്കൊക്കെ ഏകദേശം 40,000 രൂപ മുതൽ 65,000 രൂപ വരെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ എരുമകളാണ്. ചിലതൊക്കെ നല്ല രീതിയിൽ കൊഴുപ്പും കാണുന്നുണ്ട്. ഇവിടെ ഈ കൂട്ടത്തിലും ഒരുപാട് പോത്തുകൾ കെട്ടിയിട്ടുണ്ട്. ആന്ധ്ര പോത്തുകൾ തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത്. വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പോത്തുകളൊന്നുമല്ല, മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ പോത്തുകളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകളും ഏകദേശം 50 രൂപ മുതൽ 65 രൂപ വരെ തന്നെയാണ് അവർ വില ചോദിക്കുന്നത്. കൂടുതലും ഇതേപോലെയുള്ള ഈ പരുവത്തിലുള്ള പോത്തുകളാണ് ധാരാളമായിട്ട് ഈ ആഴ്ചയിൽ കാണുന്നത്. വളർത്തുകുട്ടികൾ വളരെ കുറച്ചേ കാണുന്നുള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് 2 കാളകളെ കെട്ടിയിട്ടുണ്ട്.
ആന്ധ്ര കാളകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാളകളാണ്. ഓങ്കോളിൻ്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡാണ്. ഈ കാണുന്ന കാളകളൊക്കെ 60 രൂപ 65 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ഏകദേശം 200ൻ്റെ അടുത്ത് 150ൻ്റെ മുകളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള 2 കാളകളാണ്. 60 65 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ കണ്ട പോത്തിൻകുട്ടികളുടെ കൂട്ടത്തിലുള്ള ബാക്കി പോത്തിൻകുട്ടികളാണ്. വളരെ ചെറിയ കുട്ടികൾ തന്നെയാണ് ഈ കൂട്ടത്തിലുള്ളതും. 14 മുതൽ 20 രൂപ വരെ 18 20 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ്. ക്രിസ്മസ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഒരുപാട് വലിയ പോത്തുകൾ വന്നിട്ടുണ്ട്. നാട്ടിൻ പുറത്തു നിന്നുള്ള പോത്തുകൾ ധാരാളമായിട്ട് ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെയുള്ള വിശേഷ ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് നാടൻ പോത്തുകൾ അല്ലെങ്കിൽ നാടൻ കന്നുകാലികൾ കൂടുതലായിട്ട് ചന്തയിൽ ഉണ്ടാവുക. ഇവിടെ ഈ കാണുന്ന വലിയ പോത്തുകൾക്കൊക്കെ ഏകദേശം 40,000 രൂപ മുതൽ 80,000 രൂപ വരെയാണ് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ വില ചോദിക്കുന്നത്. ഈ കാണുന്ന പോത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ പോത്താണ്. അത്യാവശ്യം നല്ല രീതിയിൽ കൊഴുപ്പും കാണുന്നുണ്ട്. ഏകദേശം ഒരു 70-75 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഈ കാണുന്ന പോത്ത്, ഈ ഒറ്റയ്ക്ക് പിടിച്ച ഈ ചുവന്ന മോന്തക്കയറിട്ടുള്ള ആ പോത്തിന് 70-75 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമുണ്ട്, ഉയരം കുറവാണ്, നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുണ്ട്. ഇനിയും വളരാനുണ്ടോയെന്ന് ചോദിച്ചാൽ വളരാനൊക്കെ ഉണ്ട്. ഇനി പെരുന്നാൾ വരെ നിർത്തിയാൽ ചിലപ്പോൾ ഇനി ചൂട് തുടങ്ങില്ല. അപ്പോൾ ഇനി തടി കുറഞ്ഞാലോ അല്ലെങ്കിൽ പോത്ത് കേട് വന്നാലോ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണോന്ന് അറിയില്ല. ഇപ്പോൾ ക്രിസ്മസിന് തന്നെ വിറ്റ് ഒഴിവാക്കുന്നത്. പെരുന്നാളിനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വില കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഒരു പോത്തിനെ പിടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പോത്തിനൊക്കെ 65 രൂപയാണ് ഒരു വില ചോദിക്കുന്നത്. ഏകദേശം ഒരു 50-55 ആ റേഞ്ചൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് ചെറിയ പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകൾ തന്നെയാണ്. വളർത്താൻ വയ്യായിട്ട് കൊടുക്കുകയാണോ അത് ഇനി ഇതിനെ കൊടുത്തിട്ട് ഇനി പുതിയ ബാച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം ഒരു 28 രൂപ 30 രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. 25ൻ്റെ താഴെ ബാർഗൈൻ ചെയ്ത് എടുക്കാവുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഇവിടെ ഈ ഭാഗത്ത് അത്യാവശ്യം വലുപ്പത്തിനുള്ള 2 പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പോത്തുകളും നാടൻ പോത്തുകൾ തന്നെയാണ്. വെയിൽ കൊള്ളാഞ്ഞിട്ടുള്ള കളറാണ് ഈ കാണുന്നത്. ഒരു ചെമ്പ നിറം തോന്നിക്കുന്നത് വെയിൽ കൊള്ളാഞ്ഞിട്ടുള്ള കളറാണ്. ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ 60 രൂപ 65 രൂപ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. നാടൻ പോത്തുകൾ ഈ ആഴ്ചയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒരു വലിയൊരു പോത്തിനെ ഈ ആഴ്ച ചന്തയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൂട്ടത്തെ അവർ പിടിച്ചിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് മാറ്റി പിടിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന പോത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമുണ്ട്. ഏകദേശം 350 കിലോൻ്റെ മുകളിൽ മീറ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള വലിയൊരു പോത്താണ്. കറക്റ്റായിട്ട് എത്ര മീറ്റ് കിട്ടും എന്നുള്ളത് നമുക്കറിയില്ല. ഏകദേശം നമ്മുടെ കാഴ്ചപ്പാട് പറയുകയാണെന്നുണ്ടെങ്കിൽ 350ൻ്റെ മുകളിൽ എന്തായാലും മീറ്റ് കിട്ടും. ഏകദേശം 1,50,000 മുകളിലാണ് ഈ കാണുന്ന പോത്തിന് അവർ ചന്തയിൽ വില ചോദിക്കുന്നത്. ചോദിക്കുന്ന വില എന്തായാലും കിട്ടില്ല, എങ്കിലും ഒരു 150ൻ്റെ താഴെ കൊടുക്കേണ്ടി വരും. താഴെ എന്ന് പറഞ്ഞാൽ ഒരു 1.25 അടുപ്പിച്ചിട്ട് കൊടുത്താലേ കിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയൊരു പോത്താണ്. ചോദിക്കുന്നത് 1.5 ലക്ഷത്തിൻ്റെ മുകളിലാണ് അവർ വില ചോദിക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ പറയുന്നില്ല. ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് അവർ പറയുന്നത്. കച്ചവടക്കാർ ചോദിക്കുമ്പോൾ അതിനനുസരിച്ചൊരു വില പറയുന്നുണ്ട്. അതേപോലെ പാർട്ടിക്കാർ ചോദിക്കുമ്പോൾ ഓരോരോ വില പറയുന്നുണ്ട്. വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ വേറൊരു വിലയായിരിക്കും പറയുക. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടൊരു വില ഒരു ഒറ്റപ്പോതനെ കാണിക്കുമ്പോഴും കറക്റ്റായിട്ടൊരു വില പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഓരോരോ ആളുകൾ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് പറയുന്നത്. പോത്തുകൾ എന്തായാലും ഒരു രക്ഷയില്ല. നല്ല വലുപ്പത്തിനുള്ള വലിയൊരു കൂറ്റൻ പോത്ത് തന്നെയാണ്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് തമിഴ്നാടൻ പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടത്തിലൊരു നീലിരവിൻ്റെ ക്രോസ് ബ്രീഡ് പെട്ടുള്ളൊരു പോത്തുണ്ട്. 4 കാലിലും അതേപോലെ തന്നെ നെറ്റിയിലും ഒക്കെ വെള്ള നിറമുള്ള വെള്ളിക്കണ്ണുള്ള ഒരു പോത്ത് ആ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പോത്തുകളെ പിടിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളാണ്. വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പോത്തുകളൊന്നും ഈ കൂട്ടത്തിലും കാണുന്നില്ല. മീറ്റ് പർപ്പസിന് പോകുന്ന പോത്തുകൾ തന്നെയാണ്. ഏകദേശം ഒരു 25,000 രൂപ മുതൽ 30,000 35,000 40,000 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളും എരുമകളും ഇതായി കൂട്ടത്തിലുണ്ട്. എല്ലാം മിക്സറായിട്ട് കെട്ടിയിരിക്കുകയാണ്. 25 രൂപ വില ചോദിക്കുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം ഒരു 19 രൂപ 20 രൂപ ആ റേഞ്ചൊക്കെ കൊടുത്താൽ കിട്ടുന്ന രീതിയിലുള്ള പോത്തുകളാണ്. ഇവിടെ ഈ ഭാഗത്ത് ഒരു 4 കാളക്കുട്ടികളെ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കാളക്കുട്ടികളാണ്. സ്ഥിരമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികളെ കൊണ്ടുവരുന്ന സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്നിട്ടുള്ള വളർത്തുകുട്ടികൾ തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുട്ടികളാണ്.
ഏകദേശം ഒരു 14 രൂപ മുതൽ 18 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഒരു 4 കുട്ടികളെ ഇവിടെ പിടിച്ചിട്ടുണ്ട്, 2 അതിന് തൊട്ടപ്പുറത്തായിട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഓരോരുത്തർ വന്നിട്ട് 4 പുറം നോക്കി അതിന് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. കാങ്കയത്തിൻ്റെ അടുത്ത് പെടുന്നുണ്ട്. കാങ്കയം ക്രോസ്, ഓങ്കോൾ ക്രോസ് ബ്രീഡ് ഒക്കെ പെട്ടിട്ടുള്ള ഒരു 4 കുട്ടികളാണ്. പല ബ്രീഡ് പെട്ടിട്ടുള്ള കുട്ടികളെ ഇവർ സ്ഥിരമായിട്ട് ചന്തയിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഈ ആഴ്ചയിൽ ഇപ്പോൾ ഇവിടെ ഒരു 4 എണ്ണം, ഇതിൻ്റെ തൊട്ട് പിറകിലായിട്ട് അവിടെ ഒരു 2 എണ്ണത്തിനെയും മാറ്റി പിടിച്ചിട്ടുണ്ട്. ഒരു 6 കുട്ടികളാണ് ഈ ആഴ്ചയിൽ കാണുന്നുള്ളൂ. സാധാരണ രീതിയിൽ ഒരുപാട് കുട്ടികളെ അവർ കൊണ്ടുവരാറുണ്ട്. ഈ കച്ചവടം കഴിഞ്ഞതാണോ അതിനി കുട്ടികളെ കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇവിടെ ഈ ഭാഗത്തൊരു പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പശുവാണെന്ന് തോന്നുന്നുണ്ട്. ഒരു അരക്കറവ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ തോതിൽ കറവ ഉള്ള പശുക്കളാണ്. ഏകദേശം ഒരു 27 രൂപ 28 രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളാണ്. ഈ ആഴ്ചയിൽ നാട്ടിൻ പുറത്തുനിന്നുള്ള കന്നുകാലികളും കൂടുതൽ ഈ ആഴ്ചയിൽ കാണുന്നുണ്ട്. മൂരിക്കുട്ടികളാണെങ്കിലും പശുക്കുട്ടികളാണെങ്കിലും വലിയ പശുക്കളാണെങ്കിലൊക്കെ ധാരാളമായിട്ട് നാടൻ കന്നുകൾ ഈ ആഴ്ചയിൽ കാണുന്നുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തന്നെ തോന്നുന്നത്. ഒരുപാട് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ ഈ ഭാഗത്തൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കറവയുടെ കാര്യം എന്താണെന്ന് ലെവലിൽ നിന്ന് അറിയില്ല. മീറ്റ് പർപ്പസിനാണോ ഇനി പോകുക എന്നുള്ളതും അറിയില്ല. 22, 23 റേഞ്ചൊക്കെയാണ് ആ കണ്ട പശുവിനെ അവർ ചോദിച്ചത്. നാടൻ കന്നുകാലികളെ മാത്രം വിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് നല്ല രീതിയിൽ ആളുകളെ കാണുന്നുണ്ട്, നല്ല രീതിയിൽ തിരക്കും കാണുന്നുണ്ട്. ഒരുപാട് കറവയുള്ള പശുക്കൾ, അതേപോലെ കറവ വറ്റിയിട്ടുള്ള പശുക്കൾ, അതേപോലെ തന്നെ മൂരിക്കുട്ടികൾ, പശുക്കുട്ടികൾ, മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ മൂരികളൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഈ ആഴ്ചയിലെ വളരെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണിച്ചിട്ടില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും